ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ആർട്ട് എഡ്യൂക്കേഷൻ്റെ 1.3 ആക്ടിവിറ്റിയാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ മലയാളം മീഡിയം ക്ലാസ് കളർഫുൾ സ്കൈൽ എന്നതിൻ്റെ മലയാളം മീഡിയം ക്ലാസ് നിറങ്ങളുടെ ആകാശം എന്ന ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ STD7 ആർട്ട് എഡ്യൂക്കേഷൻ എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഹാവ് യു നോട്ടീസ് ദ സ്കൈ അറ്റ് ഡസ്ക്? നിങ്ങൾ സന്ധ്യാസമയത്ത് ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ? വിച്ച് ആർ ദ കളേഴ്സ് യു ഐഡൻറ്റിഫൈഡ് ഇൻ ദ ഈവനിങ് സ്കൈ? ഈവനിങ് സ്കൈയിൽ വൈകുന്നേരം ആകാശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? ഓറഞ്ച്, റെഡ്, യെല്ലോ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തൊരു കളറായിരിക്കും അല്ലേ? ട്രൈ ടു മേക്ക് എ പെയിൻറ്റിങ് വിത്ത് ദോസ് കളേഴ്സ്. ആ കളേഴ്സ് ഉപയോഗിച്ച് നിങ്ങളോടൊരു പെയിൻറ്റിങ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കൾക്ക് ആ കളേഴ്സ് യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന പെയിൻറ്റിങ്സ് ഉണ്ടായിരിക്കും. നാച്ചുറൽ ഒരുപാട് സംഭവങ്ങൾ നേച്ചറിലുണ്ട്. സോ അതുപോലെയുള്ള ഏതെങ്കിലും പിക്ചേഴ്സ് നിങ്ങൾ കളർ കൊടുക്കുക. എക്സിബിറ്റ് യുവർ പെയിൻറ്റിങ് ഇൻ ക്ലാസ്. എന്നിട്ട് ക്ലാസ്സിൽ ഒരു ഫോട്ടോ എക്സിബിഷനും നടത്തണം. വൈ ഡു യു തിങ്ക് ദ കളേഴ്സ് ഓഫ് ദ സ്കൈ ചേഞ്ച് ഇൻ ദ ഈവനിങ് അവേഴ്സ്? വൈകുന്നേര സമയമാകുമ്പോൾ ആകാശത്തിൻ്റെ കളേഴ്സ്, നിറങ്ങൾ മാറുന്നതായിട്ട് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മൾ മോർണിംഗ് ഒക്കെ നമുക്ക് ഒരു തെളിഞ്ഞ ആകാശമായിരിക്കും അല്ലേ, ഒരു സ്കൈ ബ്ലൂ കളറിലുള്ള ആകാശമായിരിക്കും കാണാം. പക്ഷേ ഈവനിങ് ആകുമ്പോഴേക്ക് എന്താണ്, ആകാശത്തിൻ്റെ നിറം പാടെ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിങ്. സ്കാറ്ററിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അതുവഴിയാണ്. എന്താണ് സ്കാറ്ററിങ് എന്ന് പറയുന്ന പ്രോസസ്സ്? വെൻ സൺലൈറ്റ് പാസസ് ത്രൂ ദ എർത്ത് അറ്റ്മോസ്ഫിയർ മോസ്റ്റ് കളേഴ്സ് ആർ സ്കാറ്റേർഡ്. ആകാശത്ത് സൺലൈറ്റ്, നമ്മുടെ സൂര്യപ്രകാശം എർത്ത് അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരുപാട് കളേഴ്സ് സ്കാറ്റേർഡ് ആയിട്ട് പോകും, അതായത് ചിതറിപ്പോവും. അങ്ങനെ ചിതറിപ്പോയിട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് ഈവനിങ് ആവുന്ന സമയത്ത് വേവ് ലെങ്ത് കൂടിയ കളേഴ്സ് ആയിട്ടുള്ള യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്, ദോസ് റിമെയിൻസ് വിസിബിൾ ടു ദ ഐ ബിക്കോസ് ദേ സ്കാറ്റർ ലെസ് ദാൻ അതർ കളേഴ്സ്. മറ്റു നിറങ്ങളെ അപേക്ഷിച്ച് ഈ കളേഴ്സ് യെല്ലോ, ഓറഞ്ച്, റെഡ് ഈ 3 കളേഴ്സും എന്താണ്, സ്കാറ്ററിങ് കുറവാണ്, അതായത് അത് അധികമായിട്ട് ചിതറിപ്പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ കളേഴ്സ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൈറ്റ്സ് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്? വാട്ട് കളേഴ്സ് ബെസ്റ്റ് ക്യാപ്ചർ ദീസ് വേരിയിങ് സൈറ്റ്സ്? രാത്രിയിലും പകലുള്ള ആകാശത്തിൻ്റെ നിറങ്ങളിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? Daytime, due to the strong light of the sun, the sky appears blue and nature appears green and other bright colors. Visions are very clear and detailed. പകൽ സമയത്ത് സൂര്യപ്രകാശം അധികം ഉള്ളതുകൊണ്ട് തന്നെ ആകാശം തെളിഞ്ഞും അതുപോലെ നേച്ചറൊക്കെ, പ്രകൃതിയൊക്കെ ഒരു പച്ചപ്പിൽ, ഗ്രീനറിയോട് കൂടിയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് കാഴ്ചകളൊക്കെ വളരെയധികം തെളിഞ്ഞതും ഡീറ്റെയിൽഡ് ആയിട്ട്, വിശദമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നൈറ്റ് ടൈം, due to the lack of sunlight, the sky is black or dark blue. Only the faint light of the moon and stars and artificial lights are present at the time. രാത്രി സമയമാകുമ്പോൾ സൂര്യൻ ഇല്ലാത്തതുകൊണ്ട് ആകാശം കറുത്ത നിറത്തിൽ അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിൽ, ഡാർക്ക് ബ്ലൂ നിറത്തിലായിരിക്കും കാണുക. ആ സമയത്ത് നക്ഷത്രങ്ങൾ, മൂണ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ഇനി when the sun's rays travel through the earth's atmosphere, most of the colors get scattered and only the warm colors like yellow, orange and red remain visible to the eye. Blue and green are comparatively softer colors or cool colors. നമ്മുടെ സ്കാറ്ററിങ് എന്താണെന്നുള്ള അതിൻ്റെ കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈവനിങ് സമയമാകുമ്പോഴേക്ക് സൺലൈറ്റുള്ള എല്ലാ കളേഴ്സും സ്കാറ്റേർഡ് ആവും. യെല്ലോ, ഓറഞ്ച്, റെഡ് ഈ 3 കളേഴ്സ് മാത്രമായിരിക്കും സ്കാറ്ററിങ് കുറവുള്ള കളേഴ്സ്. സോ അതുകൊണ്ടാണ് നമുക്ക് ആ കളേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. Color value. Color value measures the quantity of light in each color. The color value of one color is different from that of another. If the color value of a particular color is higher, it will appear brighter than other colors. കളർ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കളറിലെയും ലൈറ്റിൻ്റെ ക്വാണ്ടിറ്റിയെയാണ്. ഓരോ കളറിനും ഈ കളർ വാല്യൂ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. കളർ വാല്യൂ ഒരു കളറിന് കൂടുതലാണ് എന്ന് പറയുന്നത് എന്താണ്, ആ കളറിന് ലൈറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ബ്രൈറ്റർ ആണ് എന്നാണ് അർത്ഥം. Color wheel. In the early 60s, a Finnish astronomer called Aron Sigfrid Forsius created a diagram that ordered colored based on varying levels of brightness or darkness. It was the famous mathematician Sir Isaac Newton who later devised the color wheel based on scientific principles. While studying the nature of light, he discovered that when it is made to pass through a prism, light reflects a spectrum of colors. He identified 7 basic colors, namely red,
orange, yellow, green, blue, indigo, and violet. He introduced these colors in the form of a wheel in his book Optics, written in the year 1705. It is known as color wheel. 1600കളുടെ ആദ്യത്തിൽ ഫിനിഷ് ആസ്ട്രോണമർ ആയിട്ടുള്ള അരോൺ സിഗ്ഫ്രിഡ് ഫോഴ്സിയസ് ആണ് ഒരു ഡയഗ്രം, കളറിനെ ബേസ് ചെയ്തിട്ടൊരു ഡയഗ്രം, അതായത് ഈ കളറ് പല കളറുകൾക്കും പല ബ്രൈറ്റ്നസ് ആണ് അല്ലെങ്കിൽ പല ഡാർക്ക്നെസ് ആണ് എന്നുള്ള രീതിക്ക് ഒരു ഡയഗ്രം ക്രിയേറ്റ് ചെയ്തത്. പിന്നീട് ഫേമസ് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള സർ ഐസക് ന്യൂട്ടൺ അതിനുശേഷം കളറുകളെ സയൻറ്റിഫിക്കലായിട്ട് വേർതിരിച്ചു. അതായത് അദ്ദേഹം കളറുകളെ കുറിച്ച് നാച്ചുറലി ആയിട്ടുള്ള കളർ, അതായത് നമ്മളുടെ സൺലൈറ്റ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ഡിസ്കവർ ചെയ്തു ഈ സൺലൈറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലൈറ്റ്സ് ഓഫ് സ്പെക്ട്രം ആണ്, അല്ലെങ്കിൽ അത് പല തരത്തിലുള്ള കളറുകൾ കൂടി ചേർന്നതാണ് എന്നുള്ള കാര്യം പഠിച്ചു. എന്നിട്ട് അദ്ദേഹം ഈ കളേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും 7 ബേസിക് കളേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ്. ഇങ്ങനെ 7 ബേസിക് കളേഴ്സ് കൂടി ചേർന്നതാണ്, അതിൻ്റെ സ്പെക്ട്രമാണ് ഒരു വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലൈറ്റ് എന്ന് പഠിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഈ കളേഴ്സിനെ കുറിച്ച് ഒരു കളർ വീല് തന്നെ തയ്യാറാക്കിയിട്ട് അദ്ദേഹം 1704 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒപ്റ്റിക്സ് എന്ന തൻ്റെ പുസ്തകത്തിൽ ആ കളർ വീല് രേഖപ്പെടുത്തി. ഈ വ്യത്യസ്ത കളറുകൾ ഒരു വീല് പോലെ, ചക്രം പോലെ ഇങ്ങനെ അതിൻ്റെ ബ്രൈറ്റ്നസ്സിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു സ്പെക്ട്രമായിട്ട് രേഖപ്പെടുത്തിയതാണ് കളർ വീൽ എന്നറിയപ്പെടുന്നത്. കളർ വീലിൻ്റെ പിക്ചർ നിങ്ങൾക്ക് അവിടെ കാണാം. നോക്കൂ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ് അല്ലേ. നമ്മൾ വിബ്ജിയോർ എന്ന് പഠിച്ചിട്ടുള്ള നമ്മളുടെ മഴവില്ലിലെ റെയിൻബോയിലൊക്കെ കളർ, അല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ നാച്ചുറലി ഒക്കറിങ് സൺലൈറ്റിൻ്റെ കളേഴ്സ്. അവിടെ താഴെ അതിൻ്റെ വീലും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഇംപ്രഷനിസം എന്ന് നോക്കാം. ഇംപ്രഷനിസം ഈസ് ആൻ ആർട്ട് മൂവ്മെൻറ്റ് that created by a group of artists in 19th century Paris. The name of the movement was inspired by Claude Monet's painting Impression Sunrise in 1872. The Impressionists took an active interest in observing the landscape and contemporary life. They were successful in creating works of art that captured the changing effects of sunlight and shadow on objects, the interplay of varying shades, and so on, through an intense use of colors in painting. ഇംപ്രഷനിസം എന്ന് പറയുന്നത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ, കലാകാരന്മാർ കൂടിച്ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് 19th സെഞ്ച്വറിയിൽ പാരീസിൽ. ക്ലോഡ് മോണറ്റ്സിൻ്റെ 1872 പബ്ലിഷ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ടൈമിൽ അദ്ദേഹം പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഇംപ്രഷൻ സൺറൈസ് എന്നുള്ള പെയിൻറ്റിങ്ങിൽ നിന്നാണ് ഈ നെയിം സ്വീകരിച്ചിരിക്കുന്നത്. ഇംപ്രഷൻ സൺറൈസിൻ്റെ പിക്ചർ നമുക്കവിടെ തന്നിട്ടുണ്ട്. ഇംപ്രഷനിസ്റ്റുകളൊക്കെ അധികം അധികമായിട്ടുള്ള പിക്ചറൈസേഷനൊക്കെ ചെയ്തിരുന്നത് ലാൻഡ്സ്കേപ്പും അതുപോലെ അന്നത്തെ സമകാലികമായിട്ടുള്ള ജീവിത രീതികളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതായിരുന്നു അവർ പെയിൻറ്റ് ചെയ്തിരുന്നത്. അവരുടെ ഈ പെയിൻറ്റിങ്സൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നത് സൺലൈറ്റിൻ്റെ, അതുപോലെ പല ഒബ്ജക്ട്സിൻ്റെ, പല വസ്തുക്കളുടെയും നിഴലുകളൊക്കെ കളറിങ്ങിൽ അവരുടെ പെയിൻറ്റിങ്ങിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളെന്ന് പറയുന്നത് ഈ സൺലൈറ്റും അതുപോലെ ഷാഡോ ഓഫ് ഒബ്ജക്ട്സും അതിൻ്റെയൊക്കെ വേരിയിങ് ഷെയ്ഡ്സൊക്കെ ആയിരുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡ്സും കൊണ്ടായിരുന്നു അവർ കളറിങ് കൊടുത്തിരുന്നത്. അതായത് നമ്മളുടെ ഈ സൺലൈറ്റ്, സൂര്യപ്രകാശം വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ഒബ്ജക്റ്റുകളിൽ തട്ടുമ്പോൾ പലതരത്തിലാണ് അതിൻ്റെ ഷെയ്ഡ്സും ഒക്കെ വരുന്നത് അല്ലേ. പല തരത്തിലാണ് അതിൻ്റെ ഷാഡോസും നിഴലുകളൊക്കെ വരുന്നത്. ഇതിൻ്റെ സാന്നിധ്യം യൂസ് ചെയ്തിട്ടായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു അവരുടെ പിക്ചറുകളിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിന്നിരുന്നത്. ഈ സൂര്യപ്രകാശവും അതിൻ്റെ നിഴലുകളും അതിൻ്റെ ഡാർക്ക്നെസ്സും ഒക്കെ. അതാണ് ഇംപ്രഷനിസത്തിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ്, പോയിന്റിലിസം. Pointillism was a school of art developed by George Seurat and Paul Signac that was inspired by the techniques and styles practiced by the Impressionists in 1886. It employs a unique method of filling a canvas with closely placed different brush strokes and dots of colors to capture a scene. പോയിന്റിലിസം നേരെ തിരിച്ചായിരുന്നു, അവരുടേത് വേറൊരു മെത്തേഡായിരുന്നു. അത് ഡെവലപ്പ് ചെയ്തത് ഒരു ജോർജ് സൂറട്ടും പിന്നെ പോൾ സിഗ്നാക്കും കൂടിയിട്ടാണ്. അവരതിൻ്റെ ഒരു ആർട്ട് സ്കൂള് ആണ് സ്റ്റാർട്ട് ചെയ്തത്. പോയിന്റിലിസം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പെയിൻറ്റും ബ്രഷും യൂസ് ചെയ്തിട്ട് അടുത്തടുത്ത് വ്യത്യസ്ത തരത്തിലുള്ള പോയിന്റുകൾ, കുത്തുകൾ ഇട്ടിട്ട്, ഈ ഡോട്ട്സ് ഇട്ടിട്ട് അതുകൊണ്ട്, അതായത് ഒരു പിക്ചർ കളറൈസ് ചെയ്യുകയാണെങ്കിൽ കുത്തുകളിലൂടെ അല്ലെങ്കിൽ ഡോട്ട്സിലൂടെ ആ പിക്ചറൈസേഷൻ കംപ്ലീറ്റ് ആക്കുന്ന ഒരു മെത്തേഡാണ്. അതാണ് പോയിന്റിലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ സ്പ്രിംഗ് ടൈം 1888 ഉണ്ടായിട്ടുള്ള ആർട്ട് ഫോമാണ് പോയിന്റിലിസത്തിൻ്റെ ഒരു പിക്ചറാണ് അവിടെ തന്നിരിക്കുന്നത്.
ഇനി നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി കൂടെ ഉണ്ട്. ക്യാപ്ചർ ദ നേച്ചർ, ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് പെയിൻറ്റ് എ സീൻ ഷോവിങ് ട്രീസ് ആൻഡ് ദ ലാൻഡ്സ്കേപ്പ്. യൂസ് ഡോട്ട്സ് ആൻഡ് ബ്രഷ് സ്ട്രോക്സ് ഓഫ് അപ്രോപ്രിയേറ്റ് കളേഴ്സ് ടു ക്രിയേറ്റ് ദ പിക്ചർ. എക്സിബിറ്റ് ദ കംപ്ലീറ്റഡ് പിക്ചർ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് മെറിറ്റ്സ്. നിങ്ങളുടെ ചുറ്റുപാട് നോക്കിയിട്ട് നല്ല ലാൻഡ്സ്കേപ്പോ അതുപോലെ നാച്ചുറൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അത് നിങ്ങൾ പെയിൻറ്റും ബ്രഷും യൂസ് ചെയ്തിട്ട് ഡോട്ട്സ് ഇട്ടുകൊണ്ട് പോയിൻറ്റ്ലെസം പോലെ അത് നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ക്യാൻവാസിൽ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ എക്സിബിഷനായിട്ട് അത് പ്രദർശിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള പാഠമാണ്, കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനായി വീണ്ടും കാണാം. താങ്ക്